ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. മലയാള സിനിമയുടെ പിതാവായ ജെ.സി. ഡാനിയേലിൻ്റെ ഓർമ്മയ്ക്കായി സ്വന്തം നാടായ നെയ്യാറ്റിൻകരയിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയം വരുന്നു. അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം 2024 ജനുവരി 19 നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായ ശ്രീ പ്രേംകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 2022 ഓഗസ്റ്റിൽ ഇവിടെ തന്നെ ജെ.സി. ഡാനിയേലിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരുന്നു. അന്ന് നടന്ന സമ്മേളനത്തിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇന്ന് നടന്നതും. നഗരസഭാ ചെയർമാനായ ശ്രീ പി.കെ. രാജ്മോഹൻ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുനിന്ന് നിരവധി പേർ പങ്കെടുത്തു. 1 വർഷം കൊണ്ട് ഓഡിറ്റോറിയം പൂർത്തിയാക്കാനാണ് ഉദ്ദേശമെന്ന് നഗരസഭാ ചെയർമാനായ ശ്രീ പി.കെ. രാജ്മോഹൻ പറയുകയും ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ശ്രീ പ്രേംകുമാർ ആശംസകൾ നേർന്നുകൊണ്ട് പ്രസംഗിച്ചു. നെയ്യാറ്റിൻകര നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നിർമ്മാണ ഉദ്ഘാടനം അതിൻ്റെ ഏറ്റവും പ്രൗഢഗംഭീരമായ വേദിയിൽ മലയാള സിനിമയുടെ മഹാനായ പിതാവ് ശ്രീ ജെ.സി. ഡാനിയേൽ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം എന്നോണം ജെ.സി. ഡാനിയേൽ മെമ്മോറിയൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെ അതിൻ്റെ ഒരു ശിലാസ്ഥാപന കർമ്മം ഇവിടെ നടന്നു കഴിഞ്ഞു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ആദരണീയനായ നെയ്യാറ്റിൻകര നഗരസഭയുടെ പിതാവ് ശ്രീ പി.കെ. രാജ്മോഹൻ, ഇവിടെ മുഖ്യപ്രഭാഷണത്തിനായി നമ്മൾ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട MLA ശ്രീ ആൻസലൻ, സ്വാഗതം ആശംസിച്ച ശ്രീമതി പ്രിയ സുരേഷ്, ആശംസകൾ അർപ്പിക്കാൻ വേദിയിൽ നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യമുണ്ട്. ശ്രീ കെ ഷിബു, ശ്രീമതി N.K. അനിതകുമാരി, ശ്രീ ജെ ജോസ് ഫ്രാങ്ക്ലിൻ, ശ്രീമതി ആർ അജിത, ഡോക്ടർ M.A. സാദത്ത്, ശ്രീ ശിബുരാജ് കൃഷ്ണ, ശ്രീമതി M. അലി ഫാത്തിമ, ശ്രീ ടി ശ്രീകുമാർ, ശ്രീ GN ശ്രീകുമാരൻ, ശ്രീ MC സെൽവരാജ്, ശ്രീ R രാജേഷ്, ശ്രീ സാനന്ദ സിംഗ്, ശ്രീമതി ദിവ്യ ആർ നായർ, കൃതജ്ഞത പറയുന്ന മറ്റ് സദസ്സിലും ഉള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഗുരുജനങ്ങളെ, പ്രിയമുള്ളവരെ, നെയ്യാറ്റിൻകരയുടെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ വലിയ അഭിമാനവും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. സാധാരണ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഈ പ്രദേശമാണ് ഏറ്റവും ഗംഭീരം, ലോകത്തെ ഏറ്റവും നല്ല നാട്, നിങ്ങളാണ് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യരെന്നൊക്കെ സാധാരണ പറയാറുണ്ട്, ചില ഭംഗി വാക്ക് പോലെ. പക്ഷെ ഞാൻ നെയ്യാറ്റിൻകരയെക്കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞത് ഒട്ടും ആലങ്കാരികമായിട്ടും അതിശയോക്തിയായിട്ട് അല്ല. നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് എൻ്റെയൊക്കെ ഒരു മനസ്സിൽ വലിയ സ്ഥാനമുള്ള ഒരിടമാണ്. അത് ധീരനായ പത്രമാധ്യമ രംഗത്തിൻ്റെ ഒരു ദീപസ്തംഭം എന്ന് തന്നെ പറയാവുന്ന നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാട്. പിന്നെയുമുണ്ട് മഹത് വ്യക്തിത്വങ്ങൾ, എത്രയോ പേർ, ഈ മണ്ണ് ജന്മം നൽകിയ മഹാവ്യക്തിത്വങ്ങൾ. ഒരുപാട് ചരിത്രപ്രസിദ്ധമായ ഒരിടമാണ് നെയ്യാറ്റിൻകര എന്ന് പറയുന്നത്. നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെയൊക്കെ ആ ഒരു ചരിത്രം വായിക്കും. അദ്ദേഹത്തെ എട്ടുവിട്ട് പിള്ളമാർ ഇങ്ങനെ ആ നാട് മുഴുവൻ ഇങ്ങനെ അദ്ദേഹത്തെ ആക്രമിക്കാൻ ഓടി നടന്നപ്പോൾ അദ്ദേഹത്തെ രക്ഷിച്ച അമ്മച്ചിപ്ലാവ് ഇവിടെയാണ്. തൊട്ടപ്പുറത്താണ് വെങ്ങാനൂർ എന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മനാട്. അതും നെയ്യാറ്റിൻകര താലൂക്ക് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെങ്ങാനൂര് പഞ്ചമി പഠിച്ച ഉരുട്ടമ്പലം സ്കൂള് ഒരുപക്ഷെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരു മഹാസ്ഥാനമുണ്ട് പഞ്ചമിയുടെ ആ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്.
ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആത്മീയ തേജസ്, ആത്മീയ സൂര്യൻ, ഇന്ത്യയുടെ നെറുകയിലേക്ക് ഇങ്ങനെ ഉദിച്ചുയർന്ന മഹാ ആത്മീയ ജ്യോതിസ്, അദ്ദേഹത്തിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ, അതും നെയ്യാറ്റിൻകര. ഇങ്ങനെ വിവിധങ്ങളായ ഒരുപാട് ഓർക്കാവുന്ന കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലൊക്കെ ഇങ്ങനെ സുവർണ ലിപികളിൽ രേഖപ്പെടുത്താവുന്ന ഒരുപാട് ചരിത്രത്തിന്റെ ആ ഒരു മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും എന്ന് ഞാൻ പറഞ്ഞത്. വിശിഷ്ട വ്യക്തിത്വങ്ങൾ നിരവധിയുണ്ട് ചരിത്രത്തിൽ. ഒരുപാട് മഹാസംഭാവന നൽകിയ മഹാവ്യക്തിത്വങ്ങൾ, മഹാസംഭവങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ച ഈ നെയ്യാറ്റിൻകര പ്രദേശത്ത് ഇന്നിപ്പോ മലയാള സിനിമയുടെ ആ മഹാവ്യക്തിത്വത്തെ, മലയാള സിനിമയുടെ പിതാവ് എന്ന് നമ്മൾ അഭിമാനത്തോട് പറയാവുന്ന ജെ.സി. ഡാനിയേൽ, അദ്ദേഹത്തെ ഇന്ന് ഓർക്കുന്ന, അദ്ദേഹത്തിന് ആദരവ് ആയി ഇങ്ങനൊരു സ്മാരക മന്ദിരം നിർമ്മിക്കുന്ന ഒരു മഹാചടങ്ങിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ജെ.സി. ഡാനിയേൽ എന്ന് പറയുന്ന മഹാവ്യക്തിത്വത്തിൻ്റെയും ഒരു വലിയ പ്രവർത്തന മേഖലയായിരുന്നു നെയ്യാറ്റിൻകര. അദ്ദേഹം ആദ്യമായി ഒരു സിനിമ നിർമ്മിക്കാൻ വേണ്ടി തൻ്റെ കുടുംബസ്വത്തായ ഏതാണ്ട് 108ഓളം ഏക്കർ സ്ഥലം, അത് ഈ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് എവിടെയോ ആയിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അത് വിറ്റിട്ട് അന്ന് കിട്ടിയ ആ തുച്ഛമായ കാശ് കൊണ്ടാണെന്ന് ബാക്കി വരുന്ന ഭാരിച്ച ചിലവ് മുഴുവൻ ഒരുപാട് ബന്ധുക്കളിൽ നിന്നുമൊക്കെ കടം വാങ്ങിയിട്ടുമൊക്കെയാണെന്ന് ഒരു സിനിമ അദ്ദേഹം നിർമ്മിച്ചത്. ആ സിനിമ നിർമ്മിക്കുമ്പോൾ അന്ന് സിനിമയുടെ ഒരു സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു സങ്കല്പങ്ങളോ ഒന്നും അങ്ങനെ അധികം വികസിച്ച ഒരു കാലമല്ലായിരുന്നു അത്. പക്ഷേ എങ്കിലും ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും അത്തരം ചില സിനിമാ സംരംഭങ്ങൾ നടന്നിരുന്നു. അതിലൊക്കെ ആവേശം കൊണ്ടിട്ട് സിനിമ എന്ന ആ ഒരു കലാരൂപത്തോട് തോന്നിയ അദമ്യമായ ഒരു അഭിനിവേശവും ഇഷ്ടവും ആരാധനയും മൂത്തിട്ട് ദാദാസാഹേബ് ഫാൽക്കെയെ പോലുള്ള മഹാവ്യക്തിത്വങ്ങളെ സിനിമയിലെ അവരെയൊക്കെ കണ്ട് അതിൽ നിന്നൊക്കെ പ്രചോദിതനായിട്ടൊക്കെയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തന്റെ ജീവിതം സമർപ്പിച്ചത്. അന്ന് സിനിമയുടെ അനന്തമായ ആധുനിക കാലത്തുള്ള ഒരു വിപണന സാധ്യതകളോ കച്ചവട സാധ്യതകളോ ഒന്നും കണ്ടുകൊണ്ടല്ല അദ്ദേഹം അങ്ങനെ ഒരു സിനിമാ നിർമ്മാണത്തിന് തന്റെ കിടപ്പാടം പോലും വിറ്റ് അങ്ങനെ ഒരു സംരംഭത്തിന് തുനിഞ്ഞത്. ആ ഒരു മഹാകലയുടെ അതിനോട് തോന്നിയ ഒരു ഇഷ്ടം. പക്ഷെ പിൽക്കാലത്ത് ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ ശക്തി സ്വാധീനമായ കലാരൂപമായിട്ട് സിനിമ മാറി. ഇന്ന് ലോകമെമ്പാടും സിനിമ എന്ന് പറയുന്ന ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്ന, ജനമനസ്സുകളെ ഇങ്ങനെ ഇളക്കി മറിക്കുന്ന, ജനതയെ മുഴുവൻ ഇങ്ങനെ വലിയ വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കാൻ പോലും ശക്തിയുള്ള ഒരു മഹാമാധ്യമമായിട്ട് സിനിമ ഇന്ന് ലോകത്ത് വളർന്നു. അതിനോടൊപ്പം മലയാള സിനിമയും ഇന്ന് ലോക നിലവാരത്തിന്റെ ഒരു തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ള ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ, ചലച്ചിത്ര അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളുടെ 25-ലധികം വർഷത്തെ നിരന്തരമായ പ്രവർത്തനങ്ങൾ, അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവങ്ങൾ, മലയാളത്തിലുണ്ടായ നിരവധി സിനിമകൾ, ഏറ്റവും നല്ല ക്ലാസിക്കുകൾ, മഹാപ്രതിഭകൾ മലയാളത്തിൽ പിൽക്കാലത്തുണ്ടായ സംവിധായകരും അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും, അങ്ങനെ മലയാള സിനിമയും ഇന്നിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനം നേടിയിട്ടുണ്ട്. ആ മലയാള സിനിമയുടെ ആദ്യ ഒരു തുടക്കം, അതിന്റെ ബീജാഭാവം നിർവഹിച്ച ആ മഹാവ്യക്തിത്വത്തെയാണ് നമ്മൾ ഇവിടെ ഇന്ന് ഓർക്കുന്നത്. മലയാള സിനിമയുടെ പിതാവ് എന്ന് നമ്മൾ ഇന്നിപ്പോ അദ്ദേഹത്തെ കുറിച്ച് പറയും, ജെ.സി. ഡാനിയേൽ എന്ന് പറയുന്ന മഹാവ്യക്തിത്വത്തെ കുറിച്ച്. പക്ഷെ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ പിതൃത്വം പോലും നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഇവിടെ നിലനിന്നിരുന്നു. അതൊരു സവർണ മനോഭാവത്തിന്റെയൊക്കെ ഒരു അവശേഷിപ്പ് പോലെ അദ്ദേഹത്തിന്റെ മലയാള സിനിമയുടെ പിതൃസ്ഥാനം നിഷേധിക്കുകയും അതിനെ നിരസിക്കുകയും ഒരുപാട് കാലം അതങ്ങനെ ഒരു മലയാള സിനിമ ഒരു പിതൃശൂന്യമായ ഒരു അവസ്ഥയിൽ കഴിയുകയും ചെയ്തിരുന്നത് ചരിത്രമുണ്ട്. മലയാള സിനിമയുടെ ചരിത്രം അതാണ്. പിന്നീട് ശ്രീ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന മാധ്യമ പ്രവർത്തകർ, സിനിമാ നിരൂപകർ, അവരൊക്കെയാണ് 1928 വിഗതകുമാരൻ എന്ന് പറയുന്ന ജെ.സി. ഡാനിയേലിന്റെ സിനിമ, അതാണ് ആദ്യ സിനിമ എന്ന് രേഖാമൂലം തെളിവുകൾ സഹിതം സമർപ്പിച്ച് പോരാടിയിട്ടാണ് ആ പിതൃസ്ഥാനം തന്നെ ഇവിടെ ഉറപ്പിച്ചു കിട്ടിയത്. മറ്റു ചില പേരുകളിൽ അതിനുശേഷം 38-ലൊക്കെ ഉണ്ടായ ചില സിനിമകളൊക്കെ ആദ്യ സിനിമ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വളരെ ഗൂഢമായ ശ്രമങ്ങൾ പോലും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ അപമാനകരമായ രീതിയിൽ തന്നെ നമുക്കത് പറയേണ്ടതുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ചരിത്രത്തിൽ അടയാളപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് സത്യം എത്ര തന്നെയോ നമ്മൾ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും
അത് എന്നെങ്കിലുമൊക്കെ തീവ്രമായ ശോഭയോടുകൂടി ജ്വലിച്ചുയരുക തന്നെ ചെയ്യുമെന്ന് ചരിത്രവും കാലവും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ജെ.സി. ഡാനിയേൽ തന്നെയാണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് അംഗീകരിച്ചു കിട്ടുകയും എല്ലാ തെളിവുകളും ഉൾപ്പെടെ അത് സ്ഥാപിച്ചു കിട്ടുകയും ചെയ്ത ആ ഒരു മഹാവ്യക്തിത്വം. പക്ഷേ സിനിമയിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് വേണ്ടത്ര ഒരു അംഗീകാരവും കിട്ടാതെയാണ് അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ കടന്നുപോയത്. അദ്ദേഹത്തിന്റെ അന്ത്യകാലമൊക്കെ ഏറ്റവും പരിതാപകരമായിരുന്നു. ഏറ്റവും ദുരന്തപൂർണമായ ഒരു അന്ത്യം. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും അദ്ദേഹത്തെ വേണ്ടത്ര പരിഗണിച്ചിരുന്നുവോ എന്ന് എനിക്ക് സംശയമുണ്ട്. പരിഗണിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയേറെ അവഗണിക്കപ്പെട്ട ഒരു മഹാപ്രതിഭ, മഹാകലാകാരൻ. ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിൽ അല്ലായിരുന്നു ജനിച്ചിരുന്നത്, ലോകത്ത് മറ്റെവിടെയെങ്കിലും ആയിരുന്നു എങ്കിൽ ഇന്നിപ്പോ ഒരു ലോകത്തിന്റെ നെറുകയിലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കേണ്ട ഒരു മഹാവ്യക്തിത്വമാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞല്ലോ, യാതൊരു സ്വാർത്ഥ ചിന്തകളുമില്ലാതെ, ലാഭ ചിന്തകളുമില്ലാതെ, കച്ചവട സാധ്യതകളൊന്നും മനസ്സിലാക്കാതെ ഈ ഒരു കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച, രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് തന്നെ ഞാൻ പറയും. അദ്ദേഹം മലയാള സിനിമയുടെ പിതാവ് നിന്നിപ്പോൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഞാൻ പറയും, മലയാള സിനിമയുടെ ഒരു മഹാ രക്തസാക്ഷിയായിരുന്നു അദ്ദേഹം. ആ മഹാരക്തസാക്ഷിക്ക് തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു സ്മാരകം പണിയുന്നത്. ആ അർത്ഥത്തിൽ നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയുടെ ഒരു സാംസ്കാരിക ഔന്നത്യം, സാംസ്കാരിക മഹിമ ഉയർത്തിപ്പിടിക്കുകയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലൂടെ. അതിന് നഗരസഭയെ, അതിനിടയിലായ നമ്മുടെ ചെയർമാനെ, നഗരസഭയുടെ പിതാവിനെ, നഗരസഭയുടെ മുഴുവൻ സാരഥികളെയും, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ ഒരു അടയാളപ്പെടുത്തൽ, മലയാള സിനിമയുടെ പിതാവിന്റെ ഒരു സ്മാരകം മറ്റെവിടെയെങ്കിലും ഉണ്ട് കേരളത്തിലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയാണത് സ്ഥാപിതമാകുന്നത്. ഇതിപ്പോ സാംസ്കാരിക വകുപ്പ്, കേരള സംസ്ഥാന സർക്കാർ മലയാള സിനിമയുടെ ഏറ്റവും പരമോന്നത ബഹുമതിയായിട്ടുള്ള ജെ.സി. ഡാനിയേൽ പുരസ്കാരം കൊടുത്ത് മലയാള സിനിമയിലെ മഹാപ്രതിഭകളെ ആദരിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ജെ.സി. ഡാനിയേൽ എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വത്തിന്, മഹാപ്രതിഭയ്ക്ക്, മഹാമനുഷ്യന് വേണ്ടത്ര ഒരു അംഗീകാരമോ ആദരവോ ഇനിയും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത്രയും ഏറ്റവും ഉചിതമായ ഒരു സ്മാരകം ഇനിയും ഉണ്ടായിട്ടില്ല എന്ന തീവ്രമായ ദുഃഖം നമ്മുടെയൊക്കെ മനസ്സിൽ നിലനിൽക്കുമ്പോൾ ഇന്നിപ്പോൾ അതിന് ഒരു പരിധി വരെയെങ്കിലും പരിഹാരമാവുകയാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിലൂടെ. അതിനു മുമ്പ് തന്നെ നെയ്യാറ്റിൻകര ഒരു ജെ.സി. ഡാനിയേൽ എന്ന് പറയുന്ന മഹാവ്യക്തിത്വത്തിന്റെ ഒരു നല്ലൊരു പ്രതിമ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരി സോന നായർ അതിന് മുൻകൈയെടുത്ത് ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് തന്നെയാണ് സോന നായർ അങ്ങനെ ഒരു സംരംഭത്തിന്, അതിന് ആ സ്വപ്ന സാക്ഷാത്കാരം നിർവഹിച്ചത്. അത് മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നില്ല. അത് ആ മനുഷ്യനോട്, ഒരു മഹാപ്രതിഭയോട് തോന്നിയ വല്ലാത്ത ഒരു വൈകാരികമായ ഒരു ഇഷ്ടവും സ്നേഹവും ആരാധനയും ആദരവും ഒക്കെ ആയിരുന്നു ശ്രീമതി സോന നായരെ അങ്ങനെ ഒരു സംരംഭത്തിന്, ഉദ്യമത്തിന് പ്രേരിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട ആ സഹോദരിയെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവരെയും ആ ഒരു വലിയ ഉദ്യമത്തിന്, അത് മറ്റാർക്കും ഒരു സമയം വരെയും കഴിയാത്ത ഒരു കാര്യമാണ് അവർ ചെയ്തത്. എത്രയോ പ്രഗത്ഭമതികളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അവരാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ ഉദ്യമം അവർ സ്വന്തം നിലയിൽ അത് ഏറ്റെടുക്കുകയും അത് പൂർത്തീകരിക്കുകയും അതിവിടെ ഏറ്റവും ഉചിതമായ ഒരിടത്ത് അത് സ്ഥാപിക്കാനും പറ്റി എന്നുള്ളതിൽ അതിലും എനിക്ക് വലിയ അഭിമാനം തോന്നുകയാണ്. അവരെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. അതിനിങ്ങനെ ഒരു ഇടം കണ്ടെത്തി നൽകിയ നഗരസഭയെ ആ കാര്യത്തിലും ഞാൻ അഭിനന്ദിക്കുകയാണ്. സിനിമ എന്ന് പറയുന്നത് അതൊരു കേവലം വിനോദ ഉപാധി മാത്രമല്ല. തീർച്ചയായും കലയുടെയൊക്കെ ഒരു ആത്യന്തികമായ ലക്ഷ്യം വിനോദം പകരുക തന്നെയാണ്, പ്രേക്ഷകനെ രസിപ്പിക്കൽ തന്നെയാണ്. പക്ഷേ അതിലൊക്കെ അപ്പുറം സിനിമ എന്ന് പറയുന്നത് അതൊരു മഹത്തായ കല കൂടിയാണ്. കലയും സംസ്കാരവും എല്ലാം കൂടിച്ചേർന്ന ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ കലയാണ് സിനിമ എന്ന് പറയുന്നത്. കേരളം രൂപപ്പെടുമ്പോൾ നവോത്ഥാന നായകരുടെ പങ്കിനൊപ്പം നമ്മൾ സ്മരിക്കേണ്ടതാണ്. സിനിമയ്ക്കും അത്തരം ആ ഒരു രീതിയിൽ വലിയൊരു സാമൂഹ്യ പ്രസക്തിയുണ്ട്, ഒരു വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. അതുകൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയുടെ ആ മഹാനായ പിതാവിനെ ഓർക്കുന്ന ഈ ധന്യ നിമിഷത്തിന് എല്ലാ ആശംസകളും എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഈ നിർമ്മാണ ഉദ്ഘാടനം, അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ നിമിഷത്തിൽ സാംസ്കാരിക വകുപ്പിൽ നിന്ന് കുറച്ച് തുക ഇപ്പോൾ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിർമ്മാണം ഉടനെ തന്നെ അതിന്റെ മറ്റ് തുകകളുമൊക്കെ കണ്ടെത്തി അത് എത്രയും വേഗം പൂർത്തിയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. മലയാള സിനിമയുടെ ആ മഹാവ്യക്തിത്വത്തിന് ഉചിതമായ ഒരു സ്മാരകമായി കേരളത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനാകാത്ത വണ്ണം
അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സ്മാരകം അത് എത്രയും പെട്ടെന്ന് അത് സാധ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും ഈ ഒരു വലിയ ഒരു സംരംഭത്തിന് അറിയിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ നഗരസഭയെയും അതിൻ്റെ സാരഥിയായ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാനെയും ഒക്കെ ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഈ നിർമ്മാണ ഉദ്ഘാടനം ഏറ്റവും വിനയപൂർവ്വം നിർവഹിച്ചതായിട്ട് വളരെ വിനയപൂർവ്വം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നെയ്യാറ്റിൻകര നഗരസഭ JC ഡാനിയൽ മെമ്മോറിയൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞത്. JC ഡാനിയൽ ആര് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഒരു വിശദമായ വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല. അടുത്ത മാസം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ്. ആ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപുലമായ രീതിയിലുള്ള പരിപാടികൾ നമ്മളിവിടെ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് കൂടുതൽ വിശദമായി സംസാരിക്കാം എന്നാണ്. ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ പ്രദേശത്ത് പൊതു ഇടങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നാട് നഗരവൽക്കരണത്തിന്റെ ഭാഗമായി മാറുമ്പോൾ പൊതു ഇടങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ പൊതു ഇടങ്ങൾ പുതുതായി സൃഷ്ടിക്കുക എന്നുള്ളത് നഗരസഭയുടെ ഒരു ലക്ഷ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീമതി കുമാരി സോന ഈ JC ഡാനിയലിന്റെ പ്രതിമ നെയ്യാറ്റിൻകര നഗരസഭയുടെ പ്രദേശത്ത് എവിടെയെങ്കിലും സ്ഥാപിക്കാൻ കഴിയുമോ എന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ചാണ് നാം അദ്ദേഹത്തിന്റെ പ്രതിമ ഏറ്റുവാങ്ങി നിംസ് മെഡിസിറ്റിയുടെ സഹായത്തോടുകൂടി ഇവിടെ മനോഹരമായ ഒരു പാർക്ക് നാം നിർമ്മിച്ചു. ഇവിടെ നടക്കാൻ വരുന്ന ആളുകളുടെ കുട്ടികളും അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിലെ കുട്ടികളും ഈ പാർക്ക് നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈറ്റിംഗ് സമ്പ്രദായം അടക്കം പൂർണ്ണമായും നാം നടത്തി കഴിഞ്ഞു. സ്ത്രീകൾക്ക് വേണ്ടി ഒരു ജിംനാഷ്യം തൊട്ടടുത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി JC ഡാനിയൽ എന്ന് പറയുന്ന മഹാന്റെ പേരിൽ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മിക്കണം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹെർമിറ്റിന്റെ സഹായത്തോടു കൂടി ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കും. അത് നിങ്ങൾ ഇരിക്കുന്നതിന്റെ പുറകുവശത്താണ് ഈ ഓഡിറ്റോറിയം. അപ്പോൾ വെറുതെ ഒരു ഓഡിറ്റോറിയം അല്ല, അതൊരു സിനിമ ഓഡിറ്റോറിയമായി മാറും. അപ്പൊ അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ പുതുതായി നിർമ്മിക്കുന്ന ഈ കെട്ടിടത്തിൽ തന്നെ നാം ഒരു പോർഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാനും സായം സന്ധ്യകളിൽ സിനിമകൾ അവതരിപ്പിക്കാനും കഴിയുന്ന രീതിയിൽ ഈ ഓഡിറ്റോറിയത്തെ രൂപകൽപ്പന ചെയ്യണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 55 ലക്ഷം രൂപ ഇതിലേക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും എന്നാണ് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കപ്പെട്ടത്. ആ എസ്റ്റിമേറ്റ് സാംസ്കാരിക വകുപ്പിന് നമ്മൾ നൽകി. സാംസ്കാരിക വകുപ്പ് 25 ലക്ഷം രൂപ നൽകാം എന്ന് പറയുകയും അതിന്റെ ഉത്തരവ് ഇറങ്ങുകയും ചെയ്യും. അപ്പൊ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ നിർമ്മാണം. ഒന്ന്, ആദ്യഘട്ടത്തിൽ അനുവദിക്കുന്ന 25 ലക്ഷം രൂപ കൊണ്ട് ഒരു ഘട്ടവും, രണ്ടാം ഘട്ടം ഏതെങ്കിലും അഭ്യുദയകാംക്ഷികൾ നമ്മളെ സഹായിക്കുമെങ്കിൽ അവരുടെ സഹായം, അല്ലെങ്കിൽ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഓഡിറ്റോറിയം പൂർത്തിയാക്കാം. 1 വർഷത്തിനകം ഈ ഓഡിറ്റോറിയം പൂർത്തിയാക്കണം എന്നാണ് ലക്ഷ്യം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.